വൈഭവിന്റെ കണ്ണ് പൊത്തിക്കൊണ്ട് പടികൾ ഇറങ്ങി വരുന്ന ശിവയെ കണ്ടവരുടെ കണ്ണുകൾ തിളങ്ങി. മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം അമ്പരപ്പോടെ നോക്കി. വൈഭവ് എങ്ങനെ ഇതിന് സമ്മതിച്ചു എന്ന പോലെ. അനിയുടെയും ആദിയുടെയും റിയാക്ഷൻ മറിച്ചായിരുന്നില്ല. എന്നാൽ ചിത്തുവിനും അപ്പുവിനും വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു. ശിവ എങ്ങനെയും അവളുടെ ഡോക്ടറെ കൊണ്ടുവരുമെന്ന് അവർക്കറിയാമായിരുന്നു. ആ, അവിടെ നിന്നോ, മതി, ഇനി കണ്ണു തുറന്നോ. പൂജാമുറിയുടെ വാതുക്കൽ അവനെ നിർത്തി വൈഭവിന്റെ കണ്ണുകളിൽ നിന്ന് പയ്യെ തന്റെ കൈ മാറ്റി ശിവ പറഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നതും അവന്റെ പൂച്ചക്കണ്ണുകൾ ഒന്ന് വിടർന്നു. പൊന്നിന്റെ കൃഷ്ണവിഗ്രഹവും തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും വാൽക്കണ്ണാടിയും പിന്നെ സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരിയും അടക്കം പഴങ്ങളും പച്ചക്കറികളും ചുറ്റുമായി കൊന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വിഷുക്കണി. അവന്റെ കണ്ണുകൾ പിടഞ്ഞു. അമ്മയുടെ ഓർമ്മകൾ അവൻ ഓടിപ്പാഞ്ഞെത്തി. ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ വേദനകളുടെ ഓർമ്മയായതും അത് ദേഷ്യമായി മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. വൈഭവിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കൈമുഷ്ടി ചുരുട്ടുന്നതും കണ്ട ശിവയുടെ ഉള്ളം നാളി. ഡോക്ടറെ. അവന്റെ തോളിൽ തൊട്ട് ഒരു വിറയലോടെ അവൾ വിളിച്ചതും കത്തുന്ന ഒരു നോട്ടമായിരുന്നു വൈഭവ് അവളെ. അവന്റെ മുഖം കൊണ്ട് കൂടി നിന്നവർ എല്ലാം ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് പാഞ്ഞു അവൻ. മോളെ, എന്റെ കുട്ടി. മുത്തശ്ശി ആദിയോടെ ശിവയെ വിളിച്ചു. ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ പറയാതെ കൊണ്ടുവന്നത്. അതിന്റെ ദേഷ്യം. ഒന്നുമില്ല മുത്തശ്ശി, വിഷമിക്കാതെ, ഞാൻ പോയി വിളിക്കാം. മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ എന്നോണം ചിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞുകൊണ്ട് ശിവയും വേഗം മുകളിലെ മുറിയിലേക്ക് പോയി. ശിവ ഓടി മുറിക്ക് അകത്ത് ചെന്നതും കണ്ടത് ബാത്റൂമിലെ മിററിൽ നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്നവനെയാണ്. അവളൊന്ന് ആഞ്ഞ് ശ്വാസം വിട്ടു. എന്നിട്ട് ഡോക്ടറെ. ബാത്റൂമിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അവനെ വിളിച്ചു. താൻ വന്നതറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നവനെ കാണെ പെണ്ണിന്റെ മുഖം വാടി. ഉണ്ണേട്ടാ. പതിയെ വിളിച്ചുകൊണ്ട് അവന്റെ തോളിലായി കൈവച്ചു. കൈയെടുക്കടി. ശിവയുടെ കൈ തട്ടി മാറ്റി വൈഭവ് അലറി. ഉണ്ണി. മുഴുവിക്കാനാകാതെ ശിവ ഞെട്ടി കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. വിളിക്കരുത് നീ അങ്ങനെ. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ വൈഭവ് പറഞ്ഞു. എന്നെ നിന്നോളം മനസ്സിലാക്കിയ ആരുമില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ തെറ്റി. അല്ലെങ്കിലും എന്നും എന്റെ ചിന്തകൾ തെറ്റായിരുന്നു. പക്ഷേ നീ വന്നപ്പോൾ മുതൽ ആ ധാരണ മാറി തുടങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും എന്റെ ധാരണകൾ തെറ്റാണെന്ന് എന്ന് തെളിഞ്ഞു. കലങ്ങിയ കണ്ണുകളോടെ വൈഭവ് പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. എനിക്കറിയാം, ഈ ഉള്ളിലെ കനൽ എനിക്കറിയാം. പക്ഷേ എന്നും അതിങ്ങനെ നീറിപ്പുകഞ്ഞാൽ മതിയോ? നഷ്ടമായ ഒരു വേദന കാരണം എത്ര നല്ല നിമിഷങ്ങളാ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ. എനിക്കിതൊന്നും വേണ്ട അമ്മി. മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്ന ഓർമ്മയാ എനിക്കിത്. അത് കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല എനിക്ക്. അത് നീ മനസ്സിലാക്കുമെന്ന് കരുതി. അരിശത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വെളിയിലിറക്കി ബാത്റൂം ഡോർ ആഞ്ഞടിച്ചു വൈഭവ്. അറിയാമായിരുന്നു ആളുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചതാ. അവന്റെ കോപത്തിന്റെ അളവും അറിയാവുന്നതാ. പക്ഷേ പെട്ടെന്ന് അവന്റെ വായിൽ നിന്നും വന്ന വാക്കുകളിൽ ശിവ തളർന്നു. എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ അനുസരണയില്ലാതെ ഒലിച്ചിറങ്ങി. 7 മണിയോടടുത്ത് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി. വൈഭവ് ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു ശിവ. വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാനെ പോയി കണ്ട് തൊഴണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മായിമാരും മക്കളും അടക്കം അമ്പലത്തിലേക്ക് ഇറങ്ങി, അപ്പമ്മ ഒഴികെ. ശിവ ഇല്ലാത്തതുകൊണ്ട് പോകാൻ മടിച്ചു നിന്ന ചിത്തുവിനെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു ശിവ. കാറുകൾ ഓരോന്നും മാണിക്യമംഗലം മുറ്റം വിട്ട് പോയി തുടങ്ങി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കണ്ടില്ലേ നിന്റെ ഭർത്താവിന്റെ ഗുണം. പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിട്ടാലും നേരെ ആവില്ലടി. അഹങ്കരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തും ഉണ്ടെന്ന് കൂടി ഓർത്താൽ തമ്പുരാട്ടിക്ക് കൊള്ളാം. കാറിൽ കയറിപ്പോകും മുന്നേ ഉമ്മറത്ത് നിന്ന ശിവയ്ക്ക് അരികെ ചെന്ന് പുച്ഛത്തോടെ പറഞ്ഞിട്ട് പോയി വിദ്യ. തള്ളയോട് തിരിച്ചു പറയാൻ നാവ് മുങ്ങിയെങ്കിലും എന്തോ അവളെ തടഞ്ഞു. മുറ്റത്തു നിന്നും കാറുകൾ പോകുന്ന ശബ്ദം കേട്ടതും പ്രൈവറ്റ് ഓഫീസ് റൂമിലെ കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നവൻ എഴുന്നേറ്റു. മുത്തശ്ശിയും അനിയേട്ടനും വന്നു മാറി മാറി വിളിച്ചതാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. ശിവ വന്നോളും, താനില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അവൻ എഴുന്നേറ്റ് പ്രൈവറ്റ് ഓഫീസ് റൂം വിട്ട് തങ്ങളുടെ മുറിയിൽ ചെന്നു. അകം ശൂന്യമായിരുന്നു. ശിവയും അവർക്കെല്ലാമൊപ്പം പോയിട്ടുണ്ടാവുമെന്ന് ഓർത്തു. ദേഷ്യം വന്നവൻ താഴേക്ക് വേഗം ഇറങ്ങി. പുറത്തേക്ക് പോകാനായി ഹാള് വരെ എത്തിയതും പെട്ടെന്ന് അടുക്കളയിൽ എന്തോ പാത്രം തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. നെറ്റി ചുളിച്ചുകൊണ്ടവൻ അങ്ങോട്ട് ചെന്ന് നോക്കിയതും കണ്ടു പാത്രങ്ങൾ എടുത്തും പിടിച്ചും ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ പെണ്ണിനെ. അങ്ങേരാരാന്നാ വിചാരം? വലിയൊരു ക്ഷിപ്രകോപി വന്നേക്കുന്നു. ആർക്കും ഒന്നും പറഞ്ഞുകൂടാ. എന്തുണ്ടേലും ഇങ്ങോട്ട് നമ്മൾ കേട്ടോണം, അങ്ങോട്ടൊന്നും പറഞ്ഞുകൂടാ. കാലൻ. അല്ലേലും ഇതിനൊക്കെ സ്നേഹിക്കാൻ അറിയത്തില്ലല്ലോ. ഇഷ്ടമാണേലും സ്നേഹമാണേലും ഒക്കെ ദേഷ്യ. പിന്നെ ആരോട് പറയാനാ? ഉള്ളിലെ സങ്കടം മുഴുവൻ ദേഷ്യത്തോടെ പിറുവെക്കുവാണ് പെണ്ണ്. ധാവണി തുമ്പെടുത്ത് ഇടുപ്പിൽ കുത്തി എന്തോ കറക്കി അരിയുന്നവളെ കാണെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇടയ്ക്ക് മൂക്ക് തൂത്തു കണ്ണുകൾ തുടയ്ക്കുന്നത് കൂടി കണ്ടതും അവന്റെ നെഞ്ചിൽ ഒന്ന് കൊത്തി. കൈവിട്ടു പറഞ്ഞുപോയ വാക്കുകളാണ് ആ കണ്ണീരിന് കാരണം. അവന്റെ നെഞ്ചൊന്ന് പൊള്ളി. ഛെ. കണ്ണുകൾ അടച്ച് തല ഒന്നാട്ടി അവൻ. അരിഞ്ഞു വെച്ച കറികഷ്ണം ഇടാൻ പാത്രമെടുക്കാൻ തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി നിൽക്കുന്നവനെ കണ്ട് ശിവ പെട്ടെന്ന് ഞെട്ടി നിന്നു. തന്നെ നോക്കി നിൽക്കുന്നവനെ കാണെ അവളൊന്ന് പിടഞ്ഞു. ശേഷം മുഖം ഗൗരവമാക്കി വെച്ചുകൊണ്ട് അവനെ കടന്നു പോകാൻ തുടങ്ങിയതും പെണ്ണിന്റെ കയ്യിൽ പിടുത്തം വീഴുന്നു. എന്താ പോകാഞ്ഞേ? എവിടെ? അമ്പലത്തിൽ. ബാക്കിയുള്ളവർക്കൊപ്പം.
ഒപ്പം പോകേണ്ട ആളില്ലാതെ ആർക്കെങ്കിലും കൂടെ പോകാൻ ശിവാമ്മയ്ക്ക് പറ്റില്ല. കഴുത്തിൽ താലി കെട്ടിയ ഒരുവൻ ജീവനോടുള്ളപ്പോൾ കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ വിഷു. അവനൊപ്പം പോകാൻ ആഗ്രഹിക്കും ഏതു പെണ്ണും. ഇവിടെ എനിക്ക് അത് വിലക്കല്ലേ? ഒരു നിമിഷത്തേക്ക് പഴയതൊക്കെ അങ്ങ് മറന്നു ഞാൻ. അതാ ഇനി ആവർത്തിക്കില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച വാക്കുകളിൽ അത്രയും പറഞ്ഞ് ശിവ അവന്റെ കൈ പിടിവിച്ച് മുന്നോട്ട് നടന്നതും വൈഫ് അവളെ പിന്നിൽ നിന്ന് വലിച്ചു അവന്റെ നെഞ്ചിലേക്കിട്ടു. എന്നെ വിട്. അവന്റെ നെഞ്ചിൽ നിന്ന് പിഴഞ്ഞു മാറാൻ ശ്രമിച്ചു അവൾ പറഞ്ഞെങ്കിലും അവൻ അണുവിട അവളിൽ നിന്ന് മാറിയില്ല. എന്നെ നോക്കു പെണ്ണെ. മുഖം കറുപ്പിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്നവളോട് പറഞ്ഞതും ചുവന്ന കണ്ണുകളുമായി അവൾ അവനെ നോക്കി. എന്റെ ഓർമ്മയിലെ അവസാന നല്ല ആഘോഷം ഒരു വിഷുക്കാലമാ. അതും ഈ തറവാട്ടിൽ എന്റെ അമ്മയ്ക്കൊപ്പം. അത് കഴിഞ്ഞ് ഇന്നേ വരെ വൈഭവിന് നല്ലൊരു ദിവസം ഉണ്ടായിട്ടില്ല. നീ എന്റെ സ്വന്തമായതല്ല. ഞാൻ എന്റേതെന്ന് സൂക്ഷിക്കുന്ന ഒരു ബബിളുണ്ട് ആമി. അവിടെ നീയും ഞാനും മാത്രമായി നിൽക്കാനാ എനിക്കിഷ്ടം. നമ്മൾ മാത്രം, നമ്മുടെ സ്പേസ്. പെട്ടെന്ന് എല്ലാരുമായി ഒരു ഒത്തുകൂടൽ. ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ആമി ആൻഡ് യു നോ ദാറ്റ്. അതറിഞ്ഞിട്ടും നീ അങ്ങനെയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ ഐ ലോസ് മൈ ടെമ്പർ. കയ്യിന്ന് പോയി പെണ്ണെ. ഐ നോ ഐ ഹർട്ട് യു. പക്ഷേ ഒന്ന് ഓർക്കണം, സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും നീ അല്ലേടി എനിക്കുള്ളൂ. തായിയായുള്ള അവന്റെ കടുത്ത സ്വരത്തിൽ ഇടർച്ചയോടുള്ള ആ പറച്ചിൽ കേട്ടതും ശിവയുടെ ഉള്ളൊന്ന് തട്ടി. ആം സോറി ആമി. ദേഷ്യപ്പെട്ടതിന്, നോവിച്ചതിന്, കരയിപ്പിച്ചതിന്. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു അവൻ പറഞ്ഞതും ശിവയുടെ കണ്ണ് നിറഞ്ഞുപോയി. ആരോടും മാപ്പ് പറയാത്ത വൈഭവ ഓർമ്മ ഒരാളോടെ കേണിട്ടുള്ളൂ. ആർക്കു മുന്നിലും തലകുനിക്കാത്ത മാണിക്യമംഗലത്തെ തെമ്മാടി ഒരാൾക്ക് മുന്നിലെ ശിരസ് കുനിച്ചിട്ടുള്ളൂ. അതവന്റെ ഉണ്ണിയാർച്ചയ്ക്ക് മുന്നിലാണ്. അവന്റെ മാത്രം ആമി. ശിവയുടെ മുഖത്ത് ചിരി പൊട്ടി. പക്ഷേ വന്ന സന്തോഷം പെട്ടെന്ന് മറച്ചു. സോറി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞോ? ഞാൻ ക്ഷമിച്ചില്ലെങ്കിലോ? അവനെ തള്ളി മാറ്റി എളിക്ക് കൈകുത്തി ദേഷ്യത്തിൽ പറഞ്ഞു അവൾ. സോ ക്ഷമിക്കാൻ എന്ത് ചെയ്യണം? അവൻ താടി തുമ്പൊന്ന് തടവി കുറുമ്പോടെ അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കി. ഛേ, ഈ ഒരു വിചാരമേ ഉള്ള. അവൾ കലി വന്നു. അവന് ചിരിയും. എങ്കി വാ, അമ്പലത്തിൽ പോകാം. മാണിക്യമംഗലത്തെ മരുമകളുടെ ആദ്യ വിഷു അങ്ങനെ ഒറ്റയ്ക്കാക്കണ്ട. അവൻ പറഞ്ഞത് കേട്ട് തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും മസിൽ പിടിച്ചു ശിവ. അതിന് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിലോ? ഡോക്ടർക്ക് പോണെങ്കിൽ പോകാം, എന്നെ നോക്കണ്ട. അത്യാവശ്യം നല്ല ജാട എടുത്തു പറഞ്ഞു അവൾ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. ഭഗവാനെ, മഹാദേവ, എന്റെ പുറകെ വരണേ ആ കടുവ. ശിവ പയ്യെ പ്രാർത്ഥിച്ചു. എന്നാൽ പുറകിൽ അവന്റെ അനക്കമൊന്നും കാണാതായപ്പോൾ പെണ്ണ് തിരിഞ്ഞു നോക്കി. കൈകൾ പിണച്ചു തട്ടി അവിടെ തൂണിൽ ചാരി ചിരിയോടെ നിൽപ്പാണ് കക്ഷി. അവൻ എന്താ നോക്കുന്നേ എന്ന് പിരികം പൊക്കി ചോദിച്ചതും വിറഞ്ഞു കയറിയവൾ മുഖം തിരിച്ചു വേഗത്തിൽ മേലേക്ക് പോയി. കടുവയല്ല, കാണ്ടാമൃഗം. ദുഷ്ടൻ. ഇങ്ങേരി പുറകെ കൊജിച്ചോണ്ട് വരുന്നു എന്ന് ഓർത്ത എന്നെ പറഞ്ഞാ മതി. വൈഭവിനെ നല്ലവണ്ണം സ്മരിച്ചുകൊണ്ട് അവൾ പടി കയറി പോയതും പിന്നിൽ നിന്ന് അവൻ അവളെ കയറി പിടിച്ചു തന്നിലേക്ക് വലിച്ചതും ഒന്നിച്ചായിരുന്നു. കിട്ടേ, എനിക്ക് ഡ്രസ്സ് മാറണം. അതിനെന്താ ഭാര്യയെ, നമുക്കൊന്നിച്ചു മാറാടി. കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവയെ ഒറ്റ കൈയിൽ തൂക്കിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് ഓടി വൈഭവ്. എന്തായാലും അമ്മ പറഞ്ഞത് അവൾക്ക് നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട്. മുഖമൊക്കെ വിളറിയിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അങ്ങ് സന്തോഷമായി എനിക്ക്. ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് കയറിയിരുന്ന് ഞെളിയുമല്ലേ അവൾ. തൊഴുതെല്ലാം കഴിഞ്ഞ് ചുറ്റമ്പലം വലം വയ്ക്കുന്നതിന് അഞ്ജലി വിദ്യയോട് പറഞ്ഞു. നീ വിഷമിക്കരുതെന്ന് അമ്മ ഇന്നാളും പറഞ്ഞതല്ലേ. അമ്മയുടെ മോൾക്ക് കിട്ടേണ്ടതല്ല അമ്മ വാങ്ങിത്തരും, ഉറപ്പ്. അഞ്ജലിയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയ വിദ്യയും മോളും മുന്നിൽ ചിത്തൂനും അപ്പൂവിനും ഒപ്പം തൊഴുത് ചിരിയോടെ വരുന്ന ശിവയെ കണ്ട് ഞെട്ടി. ഇവളെന്താ ഇവിടെ? ഇവൾ വൈഭവേട്ടനില്ലാതെ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ആ ആ വിദ്യയ്ക്ക് മറുപടി ഇല്ലാതായി. അവർ വേഗം മോളെയും കൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും ശിവ അമ്പലത്തിന് പുറത്തെത്തിയിരുന്നു. പുറത്ത് കാറിൽ ചാരി കൈകെട്ടി നിൽക്കുന്നവനെ ഒന്ന് നോക്കി. അമ്പലത്തിൽ വന്നത് തന്നെ വലിയ കാര്യം. അകത്ത് കയറാതെ പുറത്തു നിന്നവനെ അവളും കൂടുതൽ നിർബന്ധിച്ചില്ല. ശിവ വേഗം അവനരികെ ഓടിച്ചെന്നു. അപ്പോഴേക്കും കുടുംബത്തുള്ളവർ എല്ലാം അമ്പലത്തിന് വെളിയിലിറങ്ങി പുറകെ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞോ? അവൻ ചോദിച്ചതും ചുണ്ടുകോട്ടി ചിരിച്ചവൾ കയ്യിലെ ഇലച്ചീന്തിൽ നിന്ന് ഇത്തിരി ചന്ദനമെടുത്തു അവന്റെ നെറ്റിയിലേക്ക് തൊടാൻ കൈ പൊക്കിയതും. വേണ്ട. അവന്റെ സ്വരം കടുത്തു. ഡോക്ടറെ. അവളുടെ ചിരിച്ച മുഖം മാറാൻ തുടങ്ങിയതും അടുത്ത നിമിഷം അവളെ അരയിൽ കൂടി പിടിച്ചു ഇരു കൈകൾ കൊണ്ടും എടുത്തുയർത്തി വൈഭവ്. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പെണ്ണിന്റെ കണ്ണൊന്ന് തള്ളി. അവളെ പൊക്കി തന്റെ നെറ്റിയോട് പെണ്ണിന്റെ നെറ്റി മുട്ടിച്ചു. അവളുടെ ചന്ദനം തന്നിലേക്ക് ഒട്ടിച്ചെടുത്തു വൈഭവ്. എനിക്കിത് മതിയടി ഉണ്ടക്കണ്ണി. അങ്ങനെ തന്നെ നിർത്തി ചിരിയോടെ അവൻ പറഞ്ഞതും നാണം കൊണ്ട് ചുവന്നുപോയവളുടെ മുഖവും നിറവോടെ ചിരിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന അഞ്ജലിയുടെയും വിദ്യയുടെയും കണ്ണുകൾ ദേഷ്യത്തോടെ കത്തി. ബാക്കി എല്ലാവർക്കും സന്തോഷമായിരുന്നു. മുത്തശ്ശൻ താഴേക്ക് വന്നതും വൈഭവ് ശിവയെ താഴെ നിർത്തി. കൈ നീട്ടു. അയാൾ പറഞ്ഞതും വലിയ താല്പര്യമില്ലാതെ അവൻ കൈ നീട്ടി. മുത്തശ്ശൻ തന്റെ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്നും എടുത്ത സ്വർണ്ണ നാണയത്തിന്റെ ഒന്ന് അവന്റെ വലം കയ്യിൽ വെച്ചു. രാവിലെ ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് തിരിച്ച് എന്തോ പറയാൻ വൈഭവ് തുനിഞ്ഞതും ശിവ അവനെ തട്ടി വേണ്ടെന്ന് കാണിച്ചു. എന്നിട്ട് അവളും മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി. വൈഭവ് വാങ്ങാത്തത് കൊണ്ട് തന്നെ രാവിലെ ശിവയും കൈനീട്ടം വാങ്ങിയില്ലായിരുന്നു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ വൈഭവിന്റെയും ശിവയ്ക്കും ഒപ്പം കയറി ആദിയും ആരതിയും.
അനിയെയും ചിത്തുവിനെയും തനിയെ വിട്ടു പിള്ളേർ. അപ്പൂസേ, നിനക്കെന്താ പറ്റിയേ? ആകെ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ. എനിക്കോ? മൂഡ് ഓഫോ? ഏയ് ഒന്നുമില്ല ഏട്ടത്തി. ശിവ ചോദിച്ചതിന് അപ്പു ഒന്ന് വിക്കി മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല ഏട്ടത്തി, കള്ളം പറയുക. അല്ലേൽ വല്ല ആഘോഷമുണ്ടേൽ ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുന്നവളാ. ഇപ്പോൾ ദേ ഒടിഞ്ഞു കുത്തിയിരിക്കുന്നു. എന്തോ പറ്റിയിട്ടുണ്ട്, ആരതി പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി, വിഷു കൈനീട്ടം കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. അത് ആലോചിക്കുമായിരുന്നു ഞാൻ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പു പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി കള്ളമാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. വൈഫിന്റെ പൂച്ച കണ്ണുകളും ഫ്രണ്ട് മിററിൽ കൂടി അവളിലേക്ക് ഒന്നു. തറവാട്ടിലെത്തിയതും വലിയ ഉഷാറില്ലാതെ കാറിൽ നിന്നിറങ്ങിയ അപ്പു ഉമ്മറത്ത് നിൽക്കുന്നവനെ കണ്ട് ഞെട്ടി. അവളുടെ മുഖം പെട്ടെന്ന് വിടർന്നു ചിരി തൂകി. എന്നാൽ അവനൊപ്പം നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും വന്ന ആ സന്തോഷം പാടെ മങ്ങിപ്പോയി. ആഹാ, ആരിത്? ഭാമയോ? സുഖമാണോ മോളെ? രാജേന്ദ്രനും ശാരികയും ഒക്കെ എന്തു പറയുന്നു? സിദ്ധുവിന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട മുത്തശ്ശി ചിരിയോടെ കുശലം ചോദിച്ചു. അച്ഛനും അമ്മയൊക്കെ സുഖയായിരിക്കുന്നു മുത്തശ്ശി. സിദ്ധുവേട്ടന്റെ അരികെ വന്നപ്പോൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇവിടെ വന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കാണണമെന്ന്. ആ കൊള്ളാം, നല്ലത്. എന്തായാലും വിഷു ആയിട്ട് സിദ്ധുവിനൊപ്പം കുട്ടി വന്നത് നന്നായി. മുത്തശ്ശി ചിരിയോട് ഭാമയോട് വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പുവിന്റെ കണ്ണുകൾ ഭാമയിലായിരുന്നു. ഗോൾഡൻ കരയുള്ള സെട്ടുമുണ്ടിന്റെ കൂടെ മെറൂൺ കളർ ബ്ലൗസാണ് വേഷം. അപ്പുവിന്റെ നിറകണ്ണുകൾ സിദ്ധുവിലേക്ക് നീണ്ടു. മെറൂൺ കളർ ഷർട്ടും അതിന്റെ കരമുണ്ടുമാണ് അവന്റെ. അവൾക്ക് ഇരുവരെയും കണ്ട് ഉള്ളു പൊട്ടുന്നത് പോലെ തോന്നി. അപ്പുവിനെ തന്നെ നോക്കി നിന്ന ശിവ വൈഫിൽ നിന്ന് മാറി വേഗം അവൾക്കടുത്തേക്ക് ചെന്ന് അപ്പുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. അപ്പുവിന് എന്താ പറ്റിയെന്നുള്ള ഏകദേശ ധാരണ ശിവയ്ക്കപ്പോൾ മനസ്സിലായി. മുത്തശ്ശി പറഞ്ഞിട്ട് ഭാമയുമായി ചിത്തുവിനും അകത്തേക്കു നടന്നു. സിദ്ധുവിന്റെ കണ്ണുകൾ ശിവയ്ക്കൊപ്പം പോയ അപ്പുവിലേക്ക് പാളിയെങ്കിലും പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി അവൻ വൈഫവിനും അനിക്കും അടുത്തേക്ക് ചെന്നു. രാവിലത്തെ ഭക്ഷണം കഴിച്ചതും പെൺകുട്ടികളെല്ലാം കൂടി അടുക്കളയിൽ കയറി. സദ്യ റെഡിയാക്കണം. വിദ്യയും വൃന്ദയും എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടപ്പാണ്. അഞ്ജലിയും കാർത്തികയും വലിയാൻ നോക്കിയതും മുത്തശ്ശിയുടെ ശകാരം കേട്ട് പിന്നെ അവരും കൂടി അടുക്കളയിൽ. ശിവാമി. സ്നേഹ അടുത്തു വന്ന് വിളിച്ചത് കേട്ടതും കറക്കി അരിഞ്ഞുകൊണ്ടിരുന്ന ശിവ തലയുയർത്തി നോക്കി. ഞാനും കൂടി സഹായിക്കാം. അടുക്കളയിൽ കയറി വലിയ പരിചയമില്ല. കറികൾ കുക്ക് ചെയ്യാനും വലിയ പിടുത്തമില്ല. എങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും മറ്റും ഞാനും കൂടാം. കുറച്ചു മടിയോടെ പറയുന്നവളെ കണ്ട് ശിവയ്ക്ക് അതിശയമായി. ഒന്നിച്ചൊരു വീട്ടിൽ ഇത്രയും ദിവസമായിട്ടും വഴക്കിനല്ലാതെ ഇതുവരെ ഇങ്ങനെ സ്നേഹ മിണ്ടിയിട്ടില്ല. അപ്പുവും ആരതിയും ഇതെന്താ ഇങ്ങനെയെന്ന് അതിശയത്തോടെ നോക്കി. അടുക്കളയിൽ കയറി വലിയ പരിചയമില്ലെന്നേ പറഞ്ഞുള്ളൂ. കൈയൊന്നും മുറിക്കില്ലെങ്കിൽ കൂടെ കൂട്ടാം. എന്തേ? കളിയോടെ ശിവ ചോദിച്ചതും സ്നേഹ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഒരു കത്തിയും വിരലുള്ളയും കൊടുത്തു. താൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തു ശിവ അവൾക്ക്. ഇതെല്ലാം കണ്ട അഞ്ജലിക്ക് പെരുത്ത് കയറി. പെട്ടെന്ന് അവൾ അടുത്തിരുന്ന ഭാമയെയും അപ്പുവിനെയും കണ്ടതും അഞ്ജലിയുടെ ഉള്ളിൽ ഒരു കുടിലത നിറഞ്ഞു. അവൾ പതിയെ തന്റെ തൊട്ടടുത്ത് നിന്ന കാർത്തികയെ ഒന്ന് തട്ടി. ഞാൻ പറയുന്നതിന്റെ കൂടെ നിന്നോണം എന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കാർത്തിക തലകുലുക്കി. അല്ല ഭാമ, എന്താ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? അവിടെ ഏതോ ഒരു ഇൻഷുറൻസ് ഫേമിൽ ആയിരുന്നു എന്നാണല്ലോ ഞാൻ കേട്ടേ. അവിടെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ കമ്പനിയിൽ ഒരു ഒഴിവുണ്ടെന്ന് സിദ്ധുവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ എന്റെ കല്യാണക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കുക. അപ്പോൾ അവിടെ നിന്നൊന്ന് രക്ഷപ്പെടാമെന്ന് ഞാനും വിചാരിച്ചു. അഞ്ജലി ചോദിച്ചതിന് ചമ്മലോടെ ഭാമ പറഞ്ഞു. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ സിദ്ധുവേട്ടനൊരു കൂട്ടായല്ലോ. അല്ല, വൈഭവേട്ടന്റെ പ്രായമല്ലേ സിദ്ധുവിന്? അപ്പോൾ മിക്കവാറും മുറപ്പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിയത് ഒരു കല്യാണം പ്ലാൻ ചെയ്തിട്ടാവും അല്ലേ കാർത്തികേ? കാർത്തികയുടെ കയ്യിൽ തട്ടി അഞ്ജലി പറഞ്ഞത്. ആ അതെ അതെ, എന്തായാലും സിദ്ധുവേട്ടന് താൻ ചേരും. അല്ല, ഇനി അങ്ങനെ വല്ലതുമാണോ ഭാമേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കാർത്തികയുടെയും അഞ്ജലിയുടെയും കളിയേക്കാൾ കേട്ട് നാണം വന്ന ഭാമ ചിരിയോടെ മുഖം കുനിച്ചു. എന്നാൽ ഈ വർത്തമാനമെല്ലാം കേട്ട് ഉള്ളുലഞ്ഞത് അപ്പുവിന്റെ ആയിരുന്നു. സങ്കടം തികട്ടി വന്നവൾ പെട്ടെന്ന് കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇട്ടു അടുക്കളയിൽ നിന്നിറങ്ങി ഓടി. അയ്യോ അപ്പു മോളെ, എന്താ? ചിത്തു ആവലാതിയോടെ വിളിച്ചു. എന്താ ആ കുട്ടി ഓടിയെ? എന്തു പറ്റി? ഭാമയും കൂടി ചോദിക്കവേ. ഓ, ആ പെണ്ണ് ഇങ്ങനെയാ ഭാമേ. ഏറ്റവും ഇളയതാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൊഞ്ചിച്ചു വഷളാക്കി വെച്ചിരിക്കുക. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഭാമയ്ക്ക് മറുപടി കൊടുത്ത് അഞ്ജലി നോക്കിയത് ശിവയ്ക്ക് നേരെയാണ്. തന്നെ കട്ടുന്ന കണ്ണുകളോടെ നോക്കുന്നവളെ കണ്ടതും ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചു അഞ്ജലി. ശിവ വേഗം അടുക്കളയിൽ നിന്നിറങ്ങിപ്പോയി.